ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ വൊളാട്ടിലിറ്റിക്ക് ശേഷം നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അറൗണ്ട് 200 പോയിൻറ്റ് ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്തേക്കാമെന്നാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് നിക്കായി അറൗണ്ട് 1100 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് രാവിലെ 8:10 ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്ലോസിംഗ് ആണ്. അമേരിക്കയിൽ ഇന്നലെ വൊളാട്ടിലിറ്റി ഇൻഡെക്സും താഴെ വന്നിട്ടുണ്ട്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ഉണ്ടായ ദിവസം വലിയ രീതിയിലാണ് ഗോൾഡ്മാൻ സാക്സ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഹെഡ്ജ് ഫണ്ടുകളൊക്കെ അമേരിക്കയിൽ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടിയിട്ടുള്ള റിപ്പോർട്ടാണ്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ജപ്പാനിൽ നിന്നും വരുന്നത്. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വലിയ രീതിയിൽ വൊളാട്ടിലിറ്റി ഒക്കെ വരികയാണെങ്കിൽ പോളിസി ചേഞ്ചസൊക്കെ വന്നേക്കാമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജപ്പാനിൽ മാർക്കറ്റ് ക്രാഷ് ഉണ്ടായ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹെഡ്ജ് ഫണ്ടുകളും വലിയ രീതിയിൽ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കമോഡിറ്റി ഇന്നലെ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നും ആണെങ്കിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $2,426 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ $76.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെ പോകുന്ന ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ടാക്സ് മെഷേഴ്സ് പലതും ഡൈല്യൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 12.5% റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ മറ്റ് പ്രൊഡക്റ്റുകളിലൊക്കെ താഴ്ത്തിയിരുന്നു. പക്ഷേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞിരുന്നു. ഇപ്പോൾ വരുന്ന ന്യൂസുകൾ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇൻവെസ്റ്റേഴ്സിന് പുതിയ ടാക്സ് റെഗീമോ അല്ലെങ്കിൽ പഴയ റെഗീമോ ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ന്യൂസാണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അത്തരത്തിലുള്ളൊരു ഡിസിഷൻ വരികയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ന് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ബയാസ് കാണിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ തന്നെയാണ് മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ വൊളാട്ടിലിറ്റിക്കൊപ്പം. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളുടെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ്, ബാറ്റ ഇന്ത്യ, ലുപ്പിനൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് M&M ഗ്രൂപ്പിനെ കുറിച്ചാണ്. M&M ഭാവിയിൽ വലിയ രീതിയിലുള്ള റീസ്ട്രക്ചറിങ് അനൗൺസ് ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ മറ്റ് കോർപ്പറേറ്റുകൾ കാണിക്കുന്ന രീതിയിലുള്ള ഡീമർജറൊക്കെ വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒപ്പം M&M ഫിനാൻസ് അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര ഈ രണ്ട് സ്റ്റോക്കുകളിലും വലിയ രീതിയിലുള്ള ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ M&M ഫിനാൻസ്, ടെക് മഹീന്ദ്ര സ്റ്റോക്കുകൾ മുന്നേറാനുള്ള ചാൻസാണ്. ടെക് മഹീന്ദ്ര കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ PEയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി സ്റ്റോക്കാണ്. മറ്റ് സ്റ്റോക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേൺ അറൗണ്ട് ഇൻഡിക്കേഷനാണ്. ടെക് മഹീന്ദ്ര നല്ല രീതിയിൽ ലോങ് റണ്ണിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ്. ഒപ്പം പുതിയ ലീഡർഷിപ്പും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ M&M ഫിനാൻസ്, ടെക് മഹീന്ദ്ര ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. ഈ രണ്ട് സ്റ്റോക്കുകൾ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സുസ്ലോൺ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് രംഗത്തുള്ളൊരു കമ്പനീനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. സുസ്ലോനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ബോയിലർ ലോ, പഴയ ബോയിലർ റൂൾസും ലോസൊക്കെ ഗവൺമെൻറ് മാറ്റുകയാണ്. ഇത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന തെർമാക്സ്, വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ്, L&T തുടങ്ങിയ കമ്പനികളെ സംബന്ധിച്ചാണ്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വയ്ക്കാവുന്ന സ്റ്റോക്കുകളാണ് തെർമാക്സ്, L&T. തെർമാക്സും ഒരു കോൺഗ്ലോമറേറ്റാണ്, L&T ഒരു കോൺഗ്ലോമറേറ്റാണ്. വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസും ഒരു ഓൾഡ് കമ്പനിയാണ്. ഡിഫൻസിലൊക്കെ ധാരാളം പാർട്ടിസിപ്പേഷൻസ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെയാണ് മാർക്കറ്റിൽ. ഒപ്പം യെസ് ബാങ്ക് സ്റ്റേക്ക് ബൈങ്ങിനുള്ള മത്സരത്തിൽ നിന്ന് ഒരു ബാങ്ക് പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന സുമിതാമോ മിസൂയി ബാങ്കിങ് കോർപ്പറേഷൻ, ജപ്പാനും എമിറേറ്റ്സ്, NBD ആണ്. അപ്പോൾ SBI അടക്കമുള്ള ബാങ്കുകളിൽ നിന്നൊരു പക്ഷേ ഈ ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്ന് യെസ് ബാങ്കിൻ്റെ സ്റ്റേക്ക് വാങ്ങുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ യെസ് ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
മേജർ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ആപ്പ് പാരീസിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വളരെ സീംലെസ് ആയിട്ട് ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നുണ്ട്, മണി ട്രാൻസ്ഫറൊക്കെ നടക്കുന്നുണ്ട്. ഇത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് നൽകാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ ലോഞ്ചും അടുത്ത ദിവസങ്ങളിലൊക്കെ അനൗൺസ് ചെയ്തേക്കാം. ഇപ്പം നമ്മൾ മാർജിൻ ഫണ്ടിൻ്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത്, മാർജിൻ പൊസിഷനൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ വരുൺ ബിവറേജസ്, അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ്, ഈ 3 സ്റ്റോക്കുകളിലാണ് പബ്ലിക് ഏറ്റവും കൂടുതൽ മാർജിൻ ഫണ്ടിങ്ങിൽ കൂടെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. 3 സ്റ്റോക്കുകളും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ കാര്യത്തിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. ഒപ്പം വരുൺ ബിവറേജസും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനിയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ഗവൺമെൻറ് വിവിധ അനൗൺസ്മെൻറ്റുകൾ ഏറ്റവും ബെനിഫിറ്റുള്ള ഒരു PSU കമ്പനിയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ വളാറ്റിലിറ്റി വീണ്ടും വന്നേക്കാം. അത്തരത്തിലുള്ളൊരവസ്ഥ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കാം. Q1 റിസൾട്ടുകൾ വാച്ച് ചെയ്യുക. നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഒപ്പം നല്ല മാർക്കറ്റ് റാലിയിൽ പ്രോഫിറ്റബിൾ പൊസിഷൻസ്, കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു സന്മനസ്സും കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.